അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 56 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. നാം വായിച്ച ദൈവവചനം, ചിന്തിക്കുന്ന വചനം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്കായിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഭയം എന്ന് പറയുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ വിവിധ നിലകളിലാണ് നമുക്ക് വചനം വെളിപ്പെടുത്തി തരുന്നതും ഭയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നതും. ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ലോകഭയം മാറി നമ്മുടെ ഉള്ളിൽ ദൈവഭയം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തെ നേരായ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്ന സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഇവിടെ പറയുമ്പോൾ ഹല്ലേലൂയ, ഇത് ചരിത്ര പശ്ചാത്തലം എന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഗത്തിൽ വെച്ച് ദാവീദ് രാജാവ് ഫിലിസ്ത്യരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ചിത്രമാണ് കാണുന്നത്. ദാവീദ് രാജാവ് ഗത്തിൽ വെച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ അകപ്പെട്ടു. തന്റെ ജീവന് ഭീഷണിയായി, തന്റെ ജീവൻ പോകുമോ എന്നുള്ള ഭയം ദാവീദിൽ വന്നു. ആ സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള ആ വലിയ തീരുമാനം തന്റെ ഉള്ളിൽ വന്നപ്പോൾ ഫിലിസ്തീനിൽ നിന്നുള്ള തന്റെ ജീവന്റെ ഭീഷണിയെ താൻ മറന്ന് ദൈവത്തിൽ മുന്നേറുവാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തിൽ കുതിച്ചുയരുവാൻ ദാവീദിന് ബലം ദൈവം കൊടുത്തു എന്നുള്ളത് ഈ പുസ്തകം വായിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക്, ജീവിതത്തിൽ ഭയം വരുന്ന നാളുകളിൽ, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് വേദപുസ്തകത്തിലുടനീളം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിത്തരുന്ന ശക്തമായ ദൂതുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 118 സങ്കീർത്തനം ഹല്ലേലൂയ അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹല്ലേലൂയ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അപ്പൊ ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുത്. ഹല്ലേലൂയ. മനുഷ്യൻ ഏത് സമയത്തും കാലുവാരും, പ്രഭുക്കന്മാരും ഏത് സമയത്തും കാലുവാരും. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കാതെ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ എന്നോടും നിങ്ങളോടും ദൂതായിട്ട് സംസാരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഭയപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പൊ നാം ആ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യരിൽ ആശ്രയിക്കുകയും അത് വിഫലമായി തീരുകയും ചെയ്തിട്ടുള്ളവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ലഭ്യമാകുന്ന മാധുര്യം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചാൽ, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചാൽ, നാം പലപ്പോഴും പ്രതിസന്ധികളിൽ ചെന്ന് ചാടിയിട്ടുള്ള സാഹചര്യമുണ്ട്. നാം ഭയപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അവിടെയൊക്കെ മനുഷ്യനിൽ ആശ്രയിച്ച സാഹചര്യങ്ങൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ച സാഹചര്യങ്ങളെല്ലാം അതെല്ലാം വിഫലമായി മാറിയപ്പോൾ നാം യേശു കർത്താവിൽ ആശ്രയിച്ച് അതിന്റെ മാധുര്യം അനുഭവിച്ചറിഞ്ഞവരാണ് നല്ലൊരു ശതമാനം ആളുകളും. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഭയത്തിൽ നിന്ന് നിങ്ങൾ വിടുതൽ പ്രാപിക്കണം. അപ്പം ദാവീദിന്റെ ജീവന് ഭീഷണിയായി ഫിലിസ്ത്യർ വന്നതുപോലെ ഹല്ലേലൂയ, നിങ്ങളുടെ ജീവന് ഭീഷണിയായി ഈ ലോകം നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കും. ഫിലിസ്ത്യ ശക്തികൾ നിങ്ങൾക്ക് നേരെ കടന്നു വരാം, സാത്താന്യ ശക്തികൾ. അങ്ങനെ കടന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളെ നീ നേരിടണമെങ്കിൽ, ഹല്ലേലൂയ, അതിൽ ജയജീവിതം നയിക്കണമെങ്കിൽ ജയാളിയായ യേശുക്രിസ്തുവിലൂടെ തന്നെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക്
ഭയത്തെ അതിജീവിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യണം. ഹല്ലേലൂയ. ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ തകർത്ത് കളയരുത്. പ്രൈസലോ. അപ്പൊ നമ്മൾ ഈ സ്തോത്രം ഈ വാക്യം വായിക്കുമ്പോൾ കാണുന്നത് യെസ്, ഒരു വേളയിൽ അല്ലെങ്കിൽ മറ്റൊരു വേളയിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഭയം കടന്നു വരും. ഭയമില്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സാഹചര്യത്തിലൂടെ ഭയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഭയം അകറ്റുവാനുള്ള യഥാർത്ഥ മാർഗം ഈ വേദപുസ്തകത്തിൽ വ്യക്തമാക്കുക. അങ്ങനെ ഭയം വന്നു കഴിയുമ്പോൾ അത് അകറ്റുവാനുള്ള യഥാർത്ഥ മാർഗമാണ് നാം തിരിച്ചറിയേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് ഭയം മാറ്റുവാനുള്ള ശരിയായ വഴി, മാർഗം. പ്രൈസലോ. ഇപ്പൊ നമ്മുടെ ഭവനത്തിൽ കുഞ്ഞു കുട്ടികളടക്കം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ വരെ, മരണാസന്നയിലായി കിടക്കുന്നവർക്ക് വരെ ജീവിതത്തിൽ ഭയമുണ്ട്. പ്രൈസലോ. ആ ഭയത്തെ മാറ്റണമെങ്കിൽ, ആ ഭയത്തെ അതിജീവിക്കണമെങ്കിൽ നാം കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തോടു കൂടി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ ഭയങ്ങളും സംശയങ്ങളും മാറി ഹല്ലേലൂയ നിങ്ങൾക്ക് ജീവിതം ക്രമീകരിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ അവിടെ ഇവിടെയായി ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്ന സകല സംശയങ്ങളും ഭയത്തെയും ദൈവം നീക്കി നിങ്ങളെ ദൈവം ശക്തീകരിക്കും. പ്രൈസലോ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കടന്നുപോയ ജീവിത സാഹചര്യം വളരെ പ്രതിസന്ധികൾ നിറയപ്പെട്ടതായിരുന്നു. സുവിശേഷം മുഖാന്തരം അനവധി പീഡകളിലൂടെ കടന്നുപോയി, അനവധി തവണകൾ പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. അങ്ങനെ കാരാഗ്രഹത്തിൽ എത്തേണ്ടി വന്നു. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കടക്കുമ്പോഴും മനുഷ്യനുള്ള നിലയിൽ പലവിധമായ ഭയങ്ങളും സംശയങ്ങളും പൗലോസിന്റെ ഉള്ളിൽ ചോദ്യചിഹ്നമായി മാറിയപ്പോൾ പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പിയ ലേഖനം 4:13 വായിച്ചാൽ കാണാം. അപ്പം പൗലോസിന്റെ ഉള്ളിൽ മാനുഷികമായ നിലയിൽ സംശയങ്ങളും ഭയവും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് സഹായവുമായി, ആത്മാവിനെ ബലപ്പെടുത്തുന്ന ദൈവത്തിനുമായി പരിശുദ്ധാത്മാവ് പൗലോസിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ തുടങ്ങി. പൗലോസ് ആ വചനം നമ്മോട് അറിയിച്ചിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്കും അങ്ങനെ പറയാൻ കഴിയുമോ? ഈശ്വരോ, നിങ്ങളുടെ ഉള്ളിൽ ഭയങ്ങളും സംശയങ്ങളും കടന്നു വരുമ്പോൾ നിങ്ങൾക്കും പറയുവാൻ കഴിയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നിങ്ങളോട് ദൂത് പറയുമ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സംശയങ്ങളും ഭയത്തിന്റെ അനുഭവത്തിൽ നിന്നും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ പ്രതിസന്ധികളെ മുഴുവൻ മറികടക്കുവാനുള്ള ഹല്ലേലൂയ ദൈവിക ജയത്തെയാണ് ദൈവം നിനക്ക് നൽകാൻ പോകുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ 430 വർഷം ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ കിടന്ന് കഠിനമായ പീഡയിലൂടെ കടന്നുപോയി. അവർ കഠിനമായ ജോലി ചെയ്തു. അവർ വളരെ പീഡിപ്പിക്കപ്പെട്ടു. അവരുടെ ഉറ്റവരും സഹോദരങ്ങളൊക്കെ ഫറവോനി ശക്തികളുടെ കൈയാൽ മരിച്ചു വീഴുന്നവർ കണ്ടു. അങ്ങനെ ഇരുന്ന സാഹചര്യങ്ങളിൽ അവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശി എന്ന് പറയുന്ന മനുഷ്യനെ ഹല്ലേലൂയ മിസ്രയീമിൽ അയച്ചു. അങ്ങനെ മിസ്രയീമിൽ ഭയത്തിന് അടിമകളായി കിടന്ന ജനത്തെ ദൈവം അവിടുന്ന് വിടുവിച്ച് ആ യാത്രയിൽ അവർ ചെങ്കടലിന്റെ കരയിലെത്തി. ചെങ്കടലിന്റെ കരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ചെങ്കടൽ കടക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ഭയപ്പെട്ടു. ചെങ്കടൽ അവരുടെ മുമ്പിൽ വലിയൊരു ഭയമായി മാറി. എങ്ങനെ ഈ ചെങ്കടലിനെ കടക്കും? ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ, ആടുമാട്, കന്നുകാലികൾ, ഞങ്ങളീ പ്രായമുള്ളവർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇവരെയും കൊണ്ട് എങ്ങനെ ചെങ്കടൽ കടക്കും എന്നുള്ള ഭയത്തോടെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ മോശയ്ക്ക് നേരെ പിറുപിറുക്കാനും നിലവിളിക്കുവാനും തുടങ്ങി. അവർ പിന്നോക്കം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഫറവോനും സൈന്യവും അവർ രഥങ്ങളോടുകൂടി പുറകെയുണ്ട്. അപ്പം രഥങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ അവരുടെ ഉള്ളിൽ ഒന്നുകൂടെ ഭയം വർദ്ധിച്ചു. അവർക്ക് മനസ്സിലായി, ഒന്നി ഫറവോന്റെ കൈയാൽ ഞങ്ങളെല്ലാം നശിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ചെങ്കടലിൽ മുങ്ങി താഴുക തന്നെ ചെയ്യും. പക്ഷെ മോശെ എന്നൊരു മനുഷ്യനെ ദൈവം അവിടെ നിർത്തിയിരുന്നു. മോശെ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവത്തിന് ആശ്രയിച്ചു. ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടുവാൻ പറഞ്ഞപ്പോൾ മോശ തന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം വലിയൊരു കിഴക്കൻ കാറ്റടിപ്പിച്ച്
ആമേൻ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചു. പ്രൈസോ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേലിന്റെ ഹൃദയത്തിന്റെ ജീവിതത്തിന്റെ ഭയത്തെ മാറ്റി അവർ ചെങ്കടൽ മറുകര കടന്നു. ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ മോശയുടെ കയ്യിലെടുത്ത വടി വീണ്ടും ചെങ്കടലിൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ ചെങ്കടൽ വീണ്ടും പഴയതുപോലെ തന്നെയായി. ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു വന്ന ഫറവോന്റെ ശക്തി എന്ത് ചെയ്തു? ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേലിനും ഭയം മാറി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. അത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ദൈവത്തെ ഞാൻ മതിയാവനാകുന്ന പൗലോസ് പറഞ്ഞതുപോലെ ദാവീദ് പറഞ്ഞ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്ന് ദാവീദ് രാജാവും പറഞ്ഞതുപോലെ മോശയും പറഞ്ഞു, യഹോവയായ ദൈവമേ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ചെങ്കടലിന് സമാനമായ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, നിനക്ക് മുമ്പോട്ട് നീങ്ങുവാൻ ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ, മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ജീവിതത്തിൽ തകർന്ന ജീവിത സാഹചര്യങ്ങളിൽ തകർന്ന തലമുറയെ കൊണ്ട് ജീവിതം മടുത്ത് കുടുംബത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങൾ നിന്റെ ഭവനത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നിന്റെ നന്മകൾ നഷ്ടപ്പെടുമ്പോൾ, നിന്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ, നിന്റെ പണങ്ങളെല്ലാം നിന്റെ കയ്യിൽ നഷ്ടപ്പെടുമ്പോൾ, നീ മാറാ രോഗിയായി മാറുമ്പോൾ, വിവിധ സാഹചര്യങ്ങളിൽ നീ പലതിനെ ഭയപ്പെടുന്ന നാളിൽ, ഹല്ലേലൂയ, നിങ്ങൾ യഹോവയായ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം ചെയ്യിക്കും കേട്ടോ, രക്തം ചെയ്യും. അപ്പൊ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന ഭയപ്പെടുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ആവശ്യപ്പെടുന്ന കാര്യങ്ങളുമേ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു ചെങ്കടലായിരുന്നാലും, ഫിലിസ്ത്യ ശക്തിയായിരുന്നാലും, ഫിലിപ്പി കാരാഗ്രഹം പോലെയുള്ള ചില അനുഭവങ്ങളായിരുന്നാലും, സ്തോത്രം, മോശി എന്ന് പറയുന്ന മനുഷ്യനും, ദാവീദ് എന്ന് പറയുന്ന മനുഷ്യനും, പൗലൂസ് എന്ന് പറയുന്ന വ്യക്തികളൊക്കെ യഹോവയായ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് ഭയപ്പെടുന്ന നാൾ. ഹല്ലേലൂയ. അപ്പം ഭയപ്പെടുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരാൻ ചിലർക്ക് വർഷം മുഴുവനും ഭയത്തിന്റെ നാളുകളാണ്. ചിലർക്ക് വർഷം മുഴുവൻ ഭയത്തിന്റെ നാളുകളാണ്. ഹല്ലേലൂയ. സ്വാഭാവികമായ ഭയങ്ങളും സാഹചര്യങ്ങളാൽ വരുന്ന ഭയങ്ങളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായ ഭയങ്ങളുണ്ട്, ചില സാഹചര്യങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന ഭയങ്ങളുമുണ്ട്. ഹല്ലേലൂയ. സാത്താനാൽ വരുന്ന ഭയത്തിന്റെ ആത്മാക്കളുണ്ട്. സാത്താനാൽ വരുന്ന ഭയത്തിന്റെ ആത്മാക്കൾ നിങ്ങളെ പീഡിപ്പിക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, മനോവേദനയിലേക്ക് തള്ളിവിടുന്ന, അല്ലെങ്കിൽ രോഗത്തിലേക്കും മാരകവ്യാധിയിലേക്കും തള്ളിവിടുന്ന സാത്താന്യ ആത്മാക്കൾ നിനക്ക് നേരെ കടന്നു വരുമ്പോൾ നീ അത് കണ്ട് ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. കർത്താവ് സകലവിധ ഭയവും നീക്കിനെ വിടിവിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. കർത്താവ് സകല ഭയം നിന്നിൽ നീക്കി വിടിവിക്കുവാൻ ശക്തനാണ്. ഒരു ശക്തനായ ദൈവം നിനക്കുള്ളപ്പോൾ, ഹല്ലേലൂയ, ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച ചന്ദ്രകടാകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്നവൻ, ആകാശത്തെയും ഭൂമിയെ നിയന്ത്രിക്കുന്നവൻ, പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ, സർവശക്തനായവൻ, സർവജ്ഞാനിയായവൻ, സർവവ്യാപിയായിരിക്കുന്നവൻ, നിനക്ക് ദൈവമായിരിക്കുന്നുണ്ട്. എന്റെ വീണ്ടെടുപ്പുകാരനായി ഉള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഒരിക്കലും ഭയപ്പെടരുത്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾ ഉണ്ടാകുന്ന ഭയത്തെയും സാഹചര്യങ്ങളാൽ വരുന്ന ഭയത്തെയും നിങ്ങൾ നീക്കി നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതം ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കണം. രക്തം ചെയ്യണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരൻ, നിന്റെ ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. നിങ്ങൾ വേദപുസ്തകം എടുത്ത് നിവർത്തി വെച്ചിട്ട് വേദപുസ്തകത്തിനകത്ത് വായിച്ചാൽ ഭയത്തെക്കുറിച്ചുള്ള അനവധി ചിന്തകൾ നിങ്ങൾക്ക് കാണാം. ഹല്ലേലൂയ. ഭയത്തെക്കുറിച്ചുള്ള വിവിധ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ആ വചനം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ കർത്താവിനെ അനുഗമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമി ഭയമില്ലാത്തവരായിട്ട് ഒരു മനുഷ്യനുമില്ല. എല്ലാവരും ഭയപ്പെടുന്നവരാ.
എത്ര വലിയ ധൈര്യശാലിയായിരുന്നാലും എത്ര വലിയ ഉന്നതനായിരുന്നാലും എനിക്കൊന്നിനെയും പേടിയില്ല എന്നൊക്കെ മനുഷ്യൻ എത്ര പറഞ്ഞാലും അല്ലേ, ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ ഞെട്ടലോടെ എഴുന്നേൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് അല്ലേ. രാത്രിയിൽ കിടക്കയിൽ ഭയങ്കര ഭയമാണ്, ഞെട്ടി എഴുന്നേൽക്കുക, ദുർസ്വപ്നങ്ങൾ കാണുക, ദുർസ്വപ്നങ്ങൾ കണ്ട് വിവിധ നിലകളിൽ നിലവിളിക്കുക, ശബ്ദം പുറത്തേക്ക് വരുവാൻ കഴിയാത്ത നിലയിൽ അല്ലേറിയ മറ്റൊരാളിൽ ആശ്രയിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധിയിൽ നിന്ന് വിടിവിക്കണമെന്ന് ഓർത്ത് രാത്രിയുടെ യാമങ്ങളിൽ കിടക്കയിൽ ദുർസ്വപ്നങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടുന്ന അനുഭവങ്ങളില്ലേ അല്ലേറിയ. അങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ നീ ഭയപ്പെടുമ്പോൾ നിന്നെ അതിൽ നിന്ന് വിടിവിക്കുവാൻ കർത്താവ് ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സംഭവം പറയുമ്പോൾ കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ രാത്രിയിൽ ഒരു വലിയ ദുർസ്വപ്നം കാണുവാട്ടയായി അല്ലേറിയ. ആ ദുർസ്വപ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്താണെന്ന് അല്ലേറിയ. ഞാൻ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എങ്ങനെയോ എൻ്റെ വലിയ ജീവിതത്തിൽ ആ ഭയത്തിന്റെ അനുഭവം കടന്നു വന്നത്. ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് വലിയൊരു കൂട്ടം ജനം അല്ലേറിയ, മോഷ്ടാക്കൾ അല്ലേറിയ, എനിക്ക് ചുറ്റും കടന്നു വന്നതിന്റെ കൈകാലുകളെല്ലാം ബന്ധിച്ച് ഭവനത്തിനകത്തുനിന്ന് കൊള്ളയടിക്കുന്ന മോഷ്ടിക്കുന്ന അനുഭവമാണ്. എനിക്ക് അനങ്ങുവാൻ കഴിയത്ത ഞാൻ വളരെ ഒച്ചയിട്ട് നിലവിളിച്ചു. അടുത്ത വീട്ടിലുള്ളവരെ വിളിച്ചു, പക്ഷെ എന്റെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഞാൻ വളരെ ഭയപ്പെടുന്ന അനുഭവങ്ങൾ അല്ലേ. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ദുർസ്വപ്നങ്ങൾ കണ്ട് നാം ഭയപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞേ, നമ്മൾ എത്ര വലിയ അല്ലെങ്കിൽ ഭയമില്ലെന്ന് പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങൾ നമ്മൾ ഭയപ്പെടും. ഫ്രൈസ്. അപ്പൊ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും പലപ്പോഴും നമുക്ക് പ്രതികൂലമായി മാറുമ്പോൾ അത് ഭയത്തെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ നീ ദൈവത്തിൽ ആശ്രയിച്ചോണം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ഇന്ന് പകരം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ജീവിതത്തിൽ ഭയപ്പെടുന്ന സന്ദർഭങ്ങളിൽ, നിന്റെ തലമുറ ഭയപ്പെടുന്ന സന്ദർഭങ്ങളിൽ സ്വപ്നങ്ങളും ദുർസ്വപ്നങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്നെ നിരാശപ്പെടുന്ന, ഭയപ്പെടുന്ന, പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നീ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കണം. കർത്താവായ യേശുക്രിസ്തു നീ ആശ്രയിക്കണം. ഭക്തന്മാർ കർത്താവിൽ ആശ്രയിച്ചതുപോലെ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഭയപ്പെടരുത് എന്ന വാക്കുകൾ ആവർത്തിച്ചു വരുന്നു. അങ്ങനെ ഭയപ്പെടരുത് എന്ന വാക്കിനെ കുറിച്ച് പണ്ടൊരിക്കൽ ഒരു ഭക്തൻ വേദപുസ്തകത്തിൽ എണ്ണി നോക്കിയെന്നാണ് ഞാൻ വായിച്ചത്. അങ്ങനെ മനുഷ്യൻ ബൈബിൾ തുറന്നു വെച്ച് ഭയപ്പെടരുത് എന്ന വാക്കുകൾ എണ്ണി നോക്കിയപ്പോൾ 366 പ്രാവശ്യം അല്ലേലൂയ ആ വാക്കുകളെ കാണാൻ കഴിഞ്ഞു. അല്ലേലൂയ 366 പ്രാവശ്യം ഭയം എന്ന് പറയുന്ന വാക്കുകളെ കാണുവാൻ കഴിഞ്ഞു. അല്ലേലൂയ. അതിനെക്കുറിച്ച് ഒരു വേദപണ്ഡിതാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഒരു മാസത്തിൽ അല്ലേലൂയ 29 28 ദിവസങ്ങൾ മാറി മാറി വരുന്ന ഫെബ്രുവരി മാസം അടക്കം 12 മാസങ്ങൾക്കകത്ത് ഏകദേശം 365ഓളം ദിവസങ്ങളുണ്ട്. അല്ലേലൂയ. ആ 365 ദിവസങ്ങളും മനുഷ്യൻ വിവിധമായ ഭയത്തിനടിമയായി പോയ സാഹചര്യത്തിലും ചില സന്ദർഭം മുഖാന്തരം അതിന് 365 ദിവസം അല്ലേലൂയ മനുഷ്യന് ഒരു വർഷം ദൈവം നൽകുന്നെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 366 പ്രാവശ്യം ഭയപ്പെടരുത് എന്ന വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലും ഏത് സാഹചര്യങ്ങളിലും കടന്നു വരുന്ന ഭയത്തിന്റെ ആത്മാവിനെ നീക്കി അവന് ശക്തിയോടെ മുന്നേറുവാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശു നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന തലമുറയോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പലപ്പോഴും പലതിനെയും ഭയപ്പെട്ടാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചുള്ള ഭയമുണ്ട്. ഹല്ലേലൂയ. മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ചുള്ള ഭയമുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച്, ഭർത്താവിന്റെ ഭാര്യയെ കുറിച്ച്. അങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിങ്ങൾ പലതിനെയും സാഹചര്യങ്ങൾ കൊണ്ട്, സന്ദർഭങ്ങൾ കൊണ്ട് ഭയപ്പെടുമ്പോൾ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഒരു മേഖലകളിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല.
മാരകമായ രോഗത്തിന് അടിമയായി നീ ജീവിതത്തിൽ ക്ലേശങ്ങൾ സഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളുകളായി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആകും, വീട്ടിലേക്ക് വരുവാൻ കഴിയാതെ വണ്ണം മാനസിക ഭയത്തിന് ഉടമയായി നീ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ രക്തം ചെയ്യും. ഇന്ന് പകല കിടക്കിയിൽ കിടന്നുകൊണ്ട് കർത്താവിനോട് പറയുവാൻ കഴിയുമ്പോൾ, കർത്താവേ, എന്റെ ഉള്ളിലെ ഈ ഭയത്തെ ഒന്ന് നീക്കി ഈ ഹോസ്പിറ്റൽ വിട്ടെന്റെ ഭവനത്തിലേക്ക് സൗഖ്യത്തോടെ പോകാൻ എന്റെ ഉള്ളിൽ ആത്മബലം പകരണമെന്ന് നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന സാഹചര്യം കൊണ്ട് സന്ദർഭം കൊണ്ട് നിങ്ങളെ ഭയപ്പെടുന്ന ചിന്തകളെ നീക്കിക്കളഞ്ഞിട്ട് നിങ്ങളെ സൗഖ്യത്തോടെ അയക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസലോ. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണമെന്നാണ് ഈ ഞാൻ പറഞ്ഞു വരുന്ന ദൈവിക സന്ദേശം. രക്തം ചെയ്യും. അപ്പം മനുഷ്യൻ പരാജിതനാണ് ഏത് സാഹചര്യത്തിലും ഏത് മേഖലയിലും എപ്പോഴും. അവൻ എപ്പോഴും പരാജയഭീതിയും പരാജയത്തിന്റെ അനുഭവങ്ങളും മനുഷ്യനെ വേട്ടയാടുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നീ ജയിക്കണം കേട്ടോ. രക്തം ചെയ്യും. ഒരിക്കൽ സ്തോത്രം, ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയപ്പെട്ട് പേടിച്ച് അവർ വാതിൽ തുറക്കാതെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായം അതിന്റെ 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി ക്രൂശിലേറി നമുക്ക് വേണ്ടി യാഗമായി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ വളരെ ഭയം നിറയപ്പെട്ടു. അവർ യഹൂദന്മാരെ പീഡിച്ചു. അവരെങ്ങനെ എന്ത് ചെയ്തു? യഹൂദന്മാരെ പിടിച്ച് വാതിലടച്ച് മുറിക്കകത്തിരിക്കുമ്പോഴാണ് യേശു അവരുടെ നടുവിൽ നിന്ന്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ യഹൂദന്മാരെ പേടിച്ച് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ അവരെ അലട്ടിയുന്ന ഭയവും അവർ പേടിച്ചിരുന്ന യഹൂദന്മാരിൽ നിന്ന് അവർക്ക് മോചനം, അവരുടെ മനസ്സിന് സ്വാതന്ത്ര്യം ലഭിച്ചു. രക്തം ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. കണ്ടോ, ഭയപ്പെട്ടിരുന്നവർ, പേടിച്ചിരുന്നവർ, യഹൂദന്മാരെ പേടിച്ച് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ സന്തോഷിച്ചു എന്നാ. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്ന, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വലിയൊരു നിയോഗം കർത്താവ് കൊടുക്കുക. കണ്ടോ, എൻ്റെ യഹൂദന്മാരെ പേടിച്ചിരുന്ന ശിഷ്യന്മാർ, യഹൂദന്മാരെ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർ അവരുടെ ഭയത്തെ നീക്കി അവരുടെ പേടി മാറ്റി. പരിശുദ്ധാത്മാവിനിവിടെ മേൽ പകർന്നിട്ട് സുവിശേഷത്തിന്റെ ദൗത്യം അവർക്ക് പകർന്നു നൽകിയിട്ട് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കി. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ആരെയും പേടിച്ച് ഭവനത്തിനകത്തിരിക്കുകയാണെങ്കിൽ, ആരെങ്കിലും ഭയപ്പെട്ട് ഭവനത്തിനകത്തുനിന്ന് ഇനി പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ ആശ്രയിക്കുകയാണെങ്കിൽ നിന്റെ ആ ഭയത്തെ നീക്കി നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കഴിയും. ചില ആത്മനിയോഗങ്ങളെ ദൈവം നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഭയത്തെ നീക്കി നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുക. അതേ, ശിഷ്യന്മാരുടെ പേടിയെ മാറ്റിക്കൊടുത്തവൻ, ശിഷ്യന്മാരുടെ ഭയത്തെ മാറ്റിക്കൊടുത്തവൻ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ ഭയത്തെ, പേടിയെ മാറ്റുവാൻ യേശു നിന്നോടുകൂടെ യാത്ര ചെയ്യും. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ ആ ഭയത്തെ ജയിക്കണം. ഭയത്തെ ജയിക്കണം. മനുഷ്യൻ എല്ലാ നിലയിലും പലതിനെയും പേടിച്ചും ഭയപ്പെട്ടും ജീവിക്കുന്ന സാഹചര്യമാണ് ഇന്ന് പകൽ. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നീ ജയം പ്രാപിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഭയം എന്നൊരു ദുഷ്ടശക്തിയായതിനാൽ, ഭയം എന്നത് ഒരു ദുഷ്ടശക്തിയായിരുന്നാൽ ദൈവമക്കൾ ഭയത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്.
ഭയം എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് സന്ദർഭങ്ങൾ കൊണ്ട് ഒരു ദുഷ്ടശക്തിയായി നിനക്കെതിരെ വ്യാപരിക്കുമ്പോൾ ആ ഭയത്തെക്കുറിച്ച് നീ വളരെ ജാഗ്രതയുള്ളവളായിരിക്കണം. ഹല്ലേലൂയ. ആമി ഭയത്തെ അതിജീവിച്ചവരെ നാമി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഭയത്തെ അതിജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് ഇരുട്ട് കണ്ടാൽ പേടിയാകുന്നു, കല്ലറ കണ്ടാൽ പേടിയാകുന്നു, ശവക്കോട്ട കണ്ടാൽ പേടിയാകുന്നു, ഏകാന്തത അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് സകലവും പേടിയാകുന്നു. ചിലർക്ക് എല്ലാ കാര്യത്തിലും പേടിയാണ്, ഭയമാണ്. പട്ടിയെ കണ്ടാൽ ഭയം, ഹല്ലേലൂയ. പല്ലിയെ കണ്ടാൽ ഭയം, ഒരു പാറ്റയെ കണ്ടാൽ, ചിലന്തിയെ കണ്ടാൽ, ഇഴജാതികളെ കണ്ടാൽ, പാമ്പിനെ കണ്ടാൽ, വിവിധ മേഖലകളിൽ മനുഷ്യ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന അനുഭവത്തിന്റെ നടുവിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നത്. ഈശ്വരോ, നമുക്കറിയാം, കടന്നു പോകുന്ന വഴിക്ക് ഒരു നായ കുരച്ചുകൊണ്ട് വന്നാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭയപ്പെടും. കടന്നു പോകുന്ന വഴിക്ക് വഴിയിലൊരു പാമ്പിനെ കണ്ടാൽ നമ്മൾ ഭയപ്പെടും. ഹല്ലേലൂയ. ആമീൻ. കടന്നു പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കണ്ടാൽ നമ്മളോട് ഭയപ്പെട്ടു. സാഹചര്യങ്ങൾ കൊണ്ട് സന്ദർഭം കൊണ്ട് പല വിധത്തിലും ഭയം കടന്നു വരാം. ഹല്ലേലൂയ. വീട്ടിൽ വിളക്ക് കെട്ടാൽ ഭയം കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ നിലയിലും ഭയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ഹല്ലേലൂയ തകർത്ത് കളയാതെ നിങ്ങൾ മുന്നേറണം. ചില ആളുകൾക്ക് ഈ ശവസംസ്കാര ശുശ്രൂഷ കാണാൻ പറ്റത്തില്ല. ചില ആളുകൾക്ക് മരിച്ച വീട്ടിൽ പോകാനും പറ്റത്തില്ല. ചില ആളുകൾ മരിച്ച വീടുകളിൽ ഞാൻ വരുന്നില്ലെങ്കിൽ ഭയമെന്ന് പറയും. ചില ആളുകൾ മരിച്ച ആളെ കൊണ്ടുവരുന്ന സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് അവരെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ ചിലരൊക്കെ ഭവനത്തിനൊക്കെ തുളിച്ചിരിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു വ്യക്തി എന്റെയൊക്കെ പ്രായമുള്ള ഒരാളോട് ചോദിച്ചു, എന്താ സഹോദരൻ നിങ്ങൾക്ക് ഇങ്ങനെ ഭയം? അത് കണ്ടു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ മരിച്ച ആളിനെ കണ്ടാലും മരിച്ച വീട് കണ്ടാലും ശവസംസ്കാര ശുശ്രൂഷ കണ്ടാലും ഭയപ്പെടുന്ന അനവധി ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. ഹല്ലേലൂയ. എന്റെ സഹോദരൻ, നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് ഭയപ്പെടുന്നത്? എന്റെ സഹോദരി, എന്തിനാണ് ഇതിലേക്ക് ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഭയപ്പെടരുത്. ചിലർക്ക് ഈ ടെലഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഭയങ്കര ഭയമായിരുന്നു. ടെലഗ്രാം വരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര ഭയമായിരുന്നു. ടെലഗ്രാമിനകത്ത് എന്താണ് സന്ദേശം എന്നൊക്കെ ഓർത്ത് ഭയപ്പെടുന്ന അനുഭവങ്ങളുണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഭയം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഇന്ന് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വിവിധമായ രോഗങ്ങൾക്കടിമകളാണ്. അല്ലേ? പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഭാരപ്പെട്ട ശരീരമാസകളിൽ ശിരസ് തൊട്ട് ഉള്ളംകാല് വരെ എല്ലാ നാഡീ നരമ്പുകളിലും ജോയിന്റുകളിലും എല്ലാ പീശുകളിലും രക്തധമനികളിലും ശരീരത്തിനകത്തും പുറത്തുമായി വിവിധമായ രോഗങ്ങൾ വന്നു കഴിയുമ്പോൾ, ശരീരത്തിനകത്തും പുറത്തും വിവിധമായ മുഴകളൊക്കെ പ്രത്യക്ഷമാകുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ വേദന കഠിനമാകുന്ന സന്ദർഭങ്ങളുണ്ട്. രക്തജയം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിൽ കടന്നുപോകും, ഡോക്ടറെ കാണും. ഡോക്ടർ നമ്മളെ വിദഗ്ധമായ രീതിയിൽ പരിശോധിക്കും, സ്കാൻ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും നിർദ്ദേശങ്ങൾ തരും. അവസാനം ആ രോഗം അവർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവിടുന്ന് ആ രോഗനിർണയത്തിന് വേണ്ടി അല്ലെങ്കിൽ അവിടുന്ന് ചില കാര്യങ്ങളെടുത്ത് അവരത് ബയോപ്സിക്ക് അയക്കും. ഹല്ലേലൂയ. എന്നിട്ട് ഡോക്ടർ പറയും, നമ്മൾ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് വിദഗ്ധമായ പഠനത്തിനും അന്വേഷണത്തിനും അത് ശരിയായ രീതിയിൽ അറിയാനും ബയോപ്സി അയച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് വരട്ടെന്ന് പറയും. അപ്പം ബയോപ്സി എന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ, ബയോപ്സി അയച്ചെന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ എവിടെ നോക്കിയോ ഭയം വരും. അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ഭയം. അങ്ങനെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ വിവിധമായ നിലയിൽ ഭയപ്പെട്ടിരിക്കുകയാണോ? അല്ലേ നീ ഭയത്തെ ഭയത്തിന്റെ അനുഭവത്തിൽ കടന്നു പോവുകയാണോ? ഇന്ന് പകൽ ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് പറയുവാൻ കഴിയുമോ? ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്ന്. ഹല്ലേലൂയ. എന്റെ ചർച്ചിൽ ഒരു സഹോദരന്റെ ബ്രസ്സിന് അല്ലെങ്കിൽ ഒരു മുഴ വന്നു. അല്ലെങ്കിൽ വളരെ ഭയപ്പെട്ട സഹോദരി, നിസ്സാര കാരണം മതി വളരെ ഭയപ്പെടും, ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചർച്ചിൽ അല്ലെങ്കിൽ ആ സഹോദരിക്ക് വളരെ പ്രയാസങ്ങൾ, പ്രതിസന്ധി, വേദനയായിട്ടൊക്കെ തോന്നിയ സഹോദര ശരീരത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരി പറഞ്ഞു, പേടിക്കണം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം അത്ഭുതം ചെയ്യും. അങ്ങനെ അവർ ഡോക്ടറെ ചെന്ന് കണ്ടു. അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് രോഗവിവരങ്ങൾ പറഞ്ഞു. ഡോക്ടർമാർ വിവിധ തലങ്ങളിൽ അവരെ പരിശോധിച്ച് സ്കാൻ ചെയ്ത് ഓപ്പറേഷൻ ദിവസം രേഖപ്പെടുത്തി.
ലേരിയ അങ്ങനെ ഓപ്പറേഷനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ വരുന്ന എല്ലാ ക്രമീകരണം ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സ് ധരിപ്പിച്ച് കയ്യിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ രോഗിയാണെന്നുള്ള ആ അടയാളമൊക്കെ കയ്യെ കെട്ടി ലേരിയ എല്ലാ സംവിധാനങ്ങളും ചെയ്ത് ഹോസ്പിറ്റലിലെ സൗദി അഡ്മിറ്റ് ആയിരിക്കുന്ന സമയം. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂടെ സ്വാമിയുടെ സഹോദരനും കൂടെ ആ വീട്ടിൽ ജനങ്ങൾ അവരുടെ സൗകര്യത്തിലേക്ക് കടന്നിരുന്നു ആശുപത്രി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനവധി ആളുകൾ ബ്രസ്റ്റ് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക. അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിക്ക് ഭയങ്കര ഭയമാണ്. ഞാൻ സഹോദരി പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരിക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ആ സഹോദരി ഓപ്പറേഷൻ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. ഡോക്ടർമാർ ആളെ വിട്ട് പറയും, നിങ്ങളുടെ ഓപ്പറേഷൻ ഇന്ന് നടക്കത്തില്ല, അല്ലേരിയ ഇന്ന് നിങ്ങളുടെ ഓപ്പറേഷൻ കഴിയില്ല. അങ്ങനെ ആ സഹോദരി ഓപ്പറേഷനിൽ അതിജീവിച്ച് ആ സഹോദരി പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിലേക്ക് വന്നു. അല്ലേ അതിനുശേഷമായിട്ട് ഇന്ന് വരെ സൗരി അമ്മേൻ്റെ ആ മുഴയുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. അവിടെ ഭയം മാറിപ്പോയി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദര സൗരി, ഇന്ന് പകൽ നിങ്ങൾ അങ്ങനെയുള്ള ഭയത്തിന് അടിമയായി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ ഭയപ്പെടുന്ന ആളിൽ യഹോവയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുന്ന നിന്നിൽ ആശ്രയിക്കും. ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗബന്ധനങ്ങൾ, നിന്റെ ശരീരത്തെ തകർക്കുന്ന രോഗബന്ധനങ്ങൾ ഒരു സർജറിയിലൂടെ മാത്രമേ ഇത് മാറുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സ്ഥാനത്ത് നീ യഹോവയിൽ ആശ്രയിക്കുകയാണെങ്കിൽ, കർത്താവ് യേശുക്രിസ്തുവിനെ നീ ആശ്രയിക്കുകയാണെങ്കിൽ, ആ ഭയത്തിൽ നിന്നെ വിടുവിച്ച, ആ രോഗത്തിൽ നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുമെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ കാരണം കേട്ടോ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഗത്തിൽ വെച്ച് ഫെലിസ്ത്യരെല്ലാം കൂടെ ദാവീദിന്റെ നേരെ കടന്നു പോകുമ്പോൾ ദാവീദിന്റെ ജീവന് നേരെ ഭീഷണിയായി മാറിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഭക്തനായ ദാവീദ് പറയുക, ഞാൻ ഭയപ്പെടും നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്ന് രക്തജയം. അതേ സ്നേഹിത, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ദൈവമായിട്ട് ബന്ധം സ്ഥാപിച്ചായിരിക്കണം. ജീവിതം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നായിരിക്കണം. സ്തോത്രം. ദൈവത്തോട് ചേർന്ന് നടക്കുക, ദൈവത്തോട് ചേർന്ന് ജീവിക്കുക, ദൈവത്തോട് ചേർന്ന് ഹല്ലേലൂയ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. രക്തം ചെയ്യാം. അതുകൊണ്ട് നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യാം. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിലൊക്കെ നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയങ്ങളില് നമുക്കറിയാം, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പേടിയാണ്. സ്വതം പകൽ ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. പകൽ വെളിച്ചമുള്ളപ്പോൾ, സൂര്യ വെളിച്ചമുള്ളപ്പോൾ ആർക്കും വലിയ ഭയമൊന്നുമില്ല. എന്നാൽ രാത്രി വന്നു കഴിയുമ്പോഴത്തേനും മനുഷ്യന് ഭയമാണ്. സ്വന്തം വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും ഭയമാണ്. നാം താമസിക്കുന്ന ഭവനത്തിൽ ഒരു മുറിയിൽ അടുത്ത മുറിയിലേക്ക് പോകാൻ പേടിയാ, അല്ലേരിയ. കൂടാതെ നാം താമസിക്കുന്ന ഭവനത്തിനകത്ത് ആരെങ്കിലും നമ്മുടെ ഉറ്റവരോ ഉടയരോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മരിച്ചുപോയ ആള് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിന്റെ അവസ്ഥയിലുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിനകത്ത് വല്ലാത്ത മൂകതയൊക്കെ അനുഭവിച്ച് പലരും വിഷാദ രോഗികളായി അടുത്ത റൂമിലേക്ക് പോകാൻ കഴിയാതെ മരിച്ച വീണാന്ന് പറഞ്ഞ് ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും ഭയമുണ്ടെന്നാണ് ഞാനീ പറയുന്നേ. അങ്ങനെയുള്ള അനുഭവത്തിലാണല്ലോ ജനം പോകുന്നത്. അങ്ങനെ ഭവനത്തിനകത്ത് പോലും ഭയം വരുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ അല്ലെങ്കിൽ കള്ളൻ നമ്മുടെ വീട്ടിനകത്ത് കടന്നു വരുന്നു വിചാരിക്കുക. കള്ളൻ കടന്നു വന്നു കഴിഞ്ഞാൽ എത്രയോ ഭയമായിരിക്കും നമ്മുടെയൊക്കെ ഉള്ളില്. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ ഞാനിപ്പോൾ താമസിക്കുന്ന ദേശത്ത് ഹല്ലേലൂയ ഒരു സംഭവം ഉണ്ടായി. അടുത്ത വീട്ടിൽ ഹല്ലേലൂയ വലിയ ഒരു കോലാഹലം എന്ന് പറഞ്ഞ വലിയ കാറ്റും മഴയും ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, വീടിന്റെ മുകളിൽ നിന്ന് അവിടെ വാർത്ത് വെച്ച ഫില്ലർ ഒടിഞ്ഞ് വീണപ്പോൾ മുകളിൽ ടെറസിൽ കിടന്ന കമ്പനിക്ക് വലിയ ശബ്ദമായി മാറി. അടുത്ത വീട്ടിലുണ്ടായവർക്ക് ഭയങ്കര ഭയം. എല്ലാവരും ചുറ്റുമുള്ള എല്ലാവരും വിളിച്ചുണർത്തി എല്ലാവരും കടന്നു നോക്കുവാൻ കടന്നില്ല. ആ കൂട്ടത്തിൽ ഞാനുമുണ്ട്. ഞാൻ ആ വ്യക്തിയെ നോക്കി അവരെ ഭയങ്കര വിറച്ച് നിൽക്കുക, ഭയപ്പെട്ട് നിൽക്കുക. എന്താ വിഷയം? കള്ളനാണെന്ന് തോന്നുന്നു, വീടിന്റെ മുകളിലുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും എന്താണ് ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ കള്ളനെ തെരഞ്ഞിട്ടും കള്ളനെ കാണാനില്ല. അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുക. എല്ലാവരും പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് അടുത്ത വീടിന്റെ മുകളിലത്തെ ഫില്ലർ മറിഞ്ഞു വീണതും ആ ശബ്ദത്തിന്റെ ഭീകരതയാണ് എല്ലാവരും കേട്ടതെന്ന് മനസ്സിലായി. എല്ലാവരും എന്നെ കേൾക്കുന്ന മനസ്സിലായി. അങ്ങനെ സാഹചര്യങ്ങളുടെ സന്ദർഭങ്ങളുടെ വളരെ ഭയം കടന്നു വരും. അർദ്ധരാത്രിയുടെ സമയത്ത് മുറ്റത്ത് പൂട്ടിയിട്ടിരിക്കുന്ന നായ
കുരച്ചാൽ പോലും ഭയമാണെന്ന്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന്റെ ജീവിതം ഭയപ്പെടുത്തുന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഭയന്ന് നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ ജയോത്സവമായി നിങ്ങൾ മുന്നേറണം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അനുഭവം കടന്നു വന്നാലും, ചെങ്കടലിന്റെ മുമ്പിൽ കടന്നു വന്നാലും, ഹല്ലേലൂയ, ഫിലിസ്ത്യ സൈന്യത്തെ പോലെ സാത്താന്യ ശക്തികൾ നിനക്ക് നേരെ ആക്രമണമായി കടന്നു വന്നാലും അവിടെ എല്ലാം നീ ജീവിക്കണം, ജയത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ സകലത്തിനും മതിയാകുന്നു പറഞ്ഞുകൊണ്ട് നീ ദൈവത്തിൽ ആശ്രയിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് നിങ്ങൾ ഒരിക്കലും ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ ഭയങ്ങളും വേദനകളും വിഷമങ്ങളും കലക്കങ്ങളും നാനാഭാഗത്തു നിന്നും നിങ്ങൾക്ക് നേരെ വ്യാപരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഭയങ്ങളും വേദനകളും വിഷമങ്ങളും, ഹല്ലേലൂയ സ്തോത്രം, കലക്കങ്ങളും നാനാഭാഗത്തു നിന്ന് നേരെ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇടറി പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളും നട കാണാൻ കഴിയും. ആദ്യം നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്, കലങ്ങിപ്പോകരുത്, ഇടറി പോകരുത്. ഹല്ലേലൂയ. ജീവിതത്തിൽ നിങ്ങൾ സാത്താന്യ ശക്തികളെ ജയിക്കണം, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ കുടുംബം ഉയർത്തപ്പെടുവാൻ, നിന്റെ കുടുംബം നന്മയിലേക്ക് വരുവാൻ, അഭിവൃദ്ധിയിലേക്ക് വരുവാൻ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെ നീ നീക്കിക്കളയുവാൻ, നീക്കിക്കളഞ്ഞ് നീ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുടെ വഴികളെ ദൈവം തുറന്നു തരും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ജീവിതം എന്ന് പറയുന്നത് വിവിധമായ സാഹചര്യങ്ങളിൽ, സന്ദർഭങ്ങളിലൂടെ പലതിനെ പേടിച്ചും ഭയപ്പെട്ടും നിങ്ങൾ കടന്നു പോകാതെ നിങ്ങൾ ക്രിസ്തു ജീവിതത്തിനുള്ളവനായി, ക്രിസ്തു ഉള്ളവളായി, ഹല്ലേലൂയ, ഭയത്തിന് അടിമയായി മാറാതെ നിങ്ങൾ കർത്താവിനെ അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ജീവിത വിജയം നിങ്ങൾക്ക് കൊണ്ട് ആഘോഷിക്കുവാൻ കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് മാത്രം നിങ്ങളുടെ അരികിൽ വന്ന് ഭയപ്പെടാതിരിക്കുവിനെന്ന് പറയുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പം വിവിധമായ ഭയങ്ങളും പേടിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, ദുർസ്വപ്നങ്ങളൊക്കെ കണ്ട് നിങ്ങൾ ചഞ്ചലപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്നതെന്ന് നിങ്ങൾ ഭയപ്പെടരുതെന്ന് പറയുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ലോകത്തിൽ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും ഉറപ്പില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്കുകൾക്കകത്ത് ശക്തിയുള്ളതാണ്, ബലമുള്ളതാണ്. അത് ദൈവത്തിന്റെ വാക്കുകളാണ്, അധികാരത്തിന്റെ വാക്കുകളാണ്. ഹല്ലേലൂയ. അത് നിന്നെ ശക്തിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ സകല ഭയത്തിൽ നിന്നും വിടിപ്പിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളെ മാറോട് ചേർത്ത് പിടിക്കുവാൻ, ഹല്ലേലൂയ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുമെന്ന്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരാവേ, ഇന്ന് പകൽ നീ സാഹചര്യങ്ങൾ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടും നീ വിവിധ നിലകളിൽ ഭയപ്പെട്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നിന്റെ അരികിൽ വന്ന് നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ രക്തം ചെയ്യാം. കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്റെ മാറോട് ചേർത്ത് പിടിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനും പിതാവുമായി നിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് കർത്താവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ, നിന്റെ ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ഭയത്തിന്റെ ആത്മാവിനെ മാറ്റിയിട്ട്, ഹല്ലേലൂയ, ദൈവം പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിൽ നിറയ്ക്കുവാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വന്നാൽ, ആത്മശക്തി നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ സകല ഭയപ്പെടുന്ന അനുഭവങ്ങളിൽ നിന്നും നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയും. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തിനെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്ന് ഭക്തൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയുവാൻ കഴിയണം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്നാണ്.
ഹല്ലേലൂയ. അപ്പൊ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമോ? എങ്ങനെ രക്ഷപ്പെടുമോ? അതോ എന്റെ ജീവൻ അപകടത്തിലായോ എന്നൊക്കെ ഓർത്ത് ചിന്തിച്ചപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് തന്നിൽ പ്രവർത്തിച്ചത്, തന്നിൽ വചനം കൊടുത്തത്. ആ ദാവീദാണ് എഴുതി വെച്ചത്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അതെ, നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ പേടിപ്പിക്കുന്ന അനുഭവം കടന്നു വരുമ്പോൾ വചനത്തിൽ നീ ആശ്രയിക്കണം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഒന്നിനെയും കണ്ട് ഭ്രമിച്ചു പോകരുത്, ഒന്നിനെയും കണ്ട് ഭയപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, മനോവിഷമത്തിലേക്ക് നീ പോകരുത്, ഒരു മാനസിക രോഗിയായി മാറരുത്. ഹല്ലേലൂയ. അത് നിന്നെ തളർത്തിക്കളയും, നിന്നെ ഒരു മാരകമായ രോഗിയാക്കി മാറ്റും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും സംഭവിച്ചത്. പലപ്പോഴും അബ്രഹാം ജീവിതത്തിൽ ഭയപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കടന്നു വന്ന സാഹചര്യങ്ങൾ അബ്രഹാമിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്വമായ പ്രതിഫലവുമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. 4 രാജാക്കന്മാരെ ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആമേൻ, അവരുടെ സൈന്യ ശക്തി എല്ലാം വീണ്ടും വന്നത് ആമേൻ അബ്രഹാമിനെ ആക്രമണമായി കടന്നു വരുന്നുള്ള ഭയത്തിന്റെ നടുവിൽ ഇരിക്കുന്ന സന്ദർഭങ്ങളിലാണ് യഹോവയായ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്വമായ പ്രതിഫലവും. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ഭയപ്പെടുന്ന നാളിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. വായിച്ച വചനം എന്താണ്? ആമി സങ്കീർത്തനം 56:3 അല്ലെങ്കിൽ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. അത് ഈ വചനം നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവേ സഹോദര സഹോദരി, ഈ വചനം നീ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിനകത്തെ സകല ഭയങ്ങളും മാറിപ്പോകും. ഹല്ലേലൂയ. ദൈവം നിന്റെ മേൽ ആത്മാവിനെ, പരിശുദ്ധാത്മാവിന്റെ ഭാഗം തന്നെ ആത്മാവിൽ ബലപ്പെടുത്തും. ഹല്ലേലൂയ. സ്തോത്രം. അത് ഏതുവിധ പ്രതികൂലമായിരുന്നാലും ഹല്ലേലൂയ നിന്നെ ബലപ്പെടുത്തും. ദൈവത്തിന്റെ കൃപ നിനക്ക് നൽകും. ഹല്ലേലൂയ. പൗലോസിനോട് പറഞ്ഞ പോലെ എന്റെ കൃപ നിനക്ക് മതിയെന്ന് യേശു പറഞ്ഞതുപോലെ അത് ദൈവത്തിന്റെ കൃപയെ ദൈവം നിന്നെ പുതിയും രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നോടൊപ്പം ഇങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? പറയാമോ? കർത്താവേ, എന്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട്, സന്ദർഭം കൊണ്ട് ഞാൻ പലപ്പോഴും ഭയപ്പെട്ട് കുടുംബത്തിനകത്തും പുറത്തും വളരെ കഷ്ടം സഹിക്കുന്നു. അതിന്റെ നടുവിൽ കർത്താവ് ഈ ഭയത്തെ മാറ്റി, ഭയത്തിന്റെ ആത്മാവിനെ മാറ്റി എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപഞ്ഞിടമേ. എന്റെ തലമുറയെ, എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യ, എന്റെ മാതാപിതാക്കളെ, എന്റെ സഹോദരങ്ങളെ ഞങ്ങൾ കുടുംബമായി വിവിധമായി ഭയത്തിന് അടിമകളായി കടന്നു പോകുന്നു. ഭയത്തിന് ഞങ്ങളുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ ഞങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ യേശുവേ ഞങ്ങൾക്കൊരു മോചനം നൽകണമെന്ന് നിങ്ങൾ കർത്താവോട് പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കർത്താവിന് വിട്ടുകൊടുക്കുന്നെങ്കിൽ, കർത്താവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നെങ്കിൽ നിന്റെ സകല ഭയത്തെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. ആരെങ്കിലും വിവിധമായ മേഖലയിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഭയത്തിന്റെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പോലെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. ഈ വചനം നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ ഭയപ്പെടുന്ന നിന്നിൽ ആശ്രയിക്കും. ദാവീദ് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊടുക്കുക വലിയവരെയും ചെറിയവരെയും കൊണ്ടിട്ട് കൊട്ട ആരെന്തേലും പാർക്കുന്ന എല്ലാ ജനത്തെയും, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തകളും യാചകർ, ഓർഫനേജിൽ, ഓട്ടേജിൽ തടവറയിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കേരളത്തിലെ 14 ജില്ലകളെയും 1446 വില്ലേജുകളിൽ 3 കോടി 46 ലക്ഷം ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസ്ഥാന തൊഴിലാളികളെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി 29 സംസ്ഥാനങ്ങളെ 7 കേന്ദ്രപ്രദേശങ്ങളായി 140 കോടിയിലധികം വരുന്ന ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവരെ ഞങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ രാജ്യങ്ങളിൽ 800 കോടി ജനം തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അധികാരികളെ, ന്യായാധിപന്മാരെ, ഭരണാധികാരിമാരെ, സകല മേഖലയിലായിരിക്കും ജനത്തെയും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവ്. പലതിനെ കുറിച്ച് ഭയപ്പെട്ടും ഭാരപ്പെട്ടുമിരിക്കുന്ന ജീവിതങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥത്തിന് അടിമകളായിരിക്കുന്നവർ, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ നേതാക്കൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിൽ ഭരിക്കുന്നവരെ, അധികാരികളെ, ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSF, CRP, കർത്താവേ, ക്രമസമാധാന പാലക, നിയമ നിർമ്മാണ രംഗം നിൽക്കുന്ന പോലീസിന് വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ
വിവിധ വകുപ്പുകളെ കരയിലും കടലും ആകാശമാർഗം വാഹനോടികൾ വാഹനത്തിൽ വാഹന നിർമ്മാണം സെയിൽസ് ചെയ്യുന്നവർ തീരദേശവാസികളെ കടലോരവാസികളെ വലിയ സമുദ്രത്തിൽ മത്സ്യബന്ധനത്തിൽ കടന്നുപോയിരിക്കുന്നവർ സമുദ്രത്തിന് ആളുകൾ കനികൾ കമ്പനികൾ ഒക്കെ ജോലി ചെയ്യുന്നവർ കർത്താവ് നിശ്ചിതമായി വ്യാപാരികൾ വ്യവസായ വഴിയോര കച്ചവടക്കാരെ സഹകരണ മേഖല പൊതുമേഖല ആരോഗ്യമേഖല വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല ഭാഗ്യ മേഖല ജോലി സയന്റിസ്റ്റുകൾ എഞ്ചിനീയർമാർ മത സാമൂഹിക സാംസ്കാരിക സംഘടന രംഗത്ത് ചരിത്രമാധ്യ മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ എല്ലാ ഭരണപ്രതിപക്ഷ പാർട്ടികളെയും കർത്താവ് സ്തോത്രം കർഷക മേഖലയിൽ മെക്കാനിക്കൽ ബോട്ട് രംഗത്ത് യൂണിയൻ രംഗത്ത് സകല ടാക്സ് ഡ്രൈവേഴ്സ് യൂണിയൻ എല്ലാ തൊഴിൽ മേഖലയിരിക്കുന്നവരെയും ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ കർത്താവ് കഷ്ടസഹിക്കും 1000 കഷ്ടം നാട്ടിലേക്ക് കിട്ടുന്ന കഴിയാതെ വിസ നഷ്ടപ്പെട്ടവർ വിസ പുതുക്കി കിട്ടാൻ ഭാരപ്പെടുന്നവർ അല്ലെങ്കിൽ സാലറി കിട്ടാതെ ഭാരപ്പെടുന്ന വിദേശ രാജ്യ ജോലിക്ക് കടന്നു പീഡനങ്ങളുടെ സൗകര്യമാർ കർത്താവ് സുവിശേഷ മുഖാന്തരം കഷ്ടസഹിക്കാൻ ദൈവത്തിന്റെ ദാസന്മാർ ഹല്ലേലൂയ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥന ജയിലുകളിൽ പീഡ അനുഭവിക്കുന്നവർ വിവിധ മേഖലയിലൂടെ വിവിധ ഭയങ്ങൾ കടിമകളായി കിടക്കുന്ന സകല ജനത്തിനും ഇത് പകരം ദൈവം ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും മോചനം കൊടുക്കണം ഭയത്തിന്റെ ആത്മാവിനെ നീക്കി ശക്തനാക്കുന്ന ദൈവത്തിന്റെ കൃപ സകല ജനങ്ങളും അനുഭവിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ സകല മുഖത്വം എടുക്കണമേ ഇതുപോലെ ജനത്തെ അനുഗ്രഹിക്കുന്ന കാലവർഷം മനുഷ്യ കർത്താവ് പല വിധത്തിൽ ഭയപ്പെടുത്തുമ്പോൾ ദുരന്തങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവിച്ചനെ ദൈവത്തിൽ ആശ്രയിപ്പാൻ കൃപ കൊടുക്കണമേ സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ